സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. അത്ഭുതകരമായ കാര്യം നീ ചെയ്തു കർത്താവേ. നിന്റെ ജനത്തെ രക്ഷിക്കുകയും നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നിന്റെ വിശുദ്ധ ശ്ലീവായുടെ ശക്തിയാൽ എല്ലാ അപകടങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ. സഹായിക്കും സ്തുതി. സ്വയം ശ്ലീവായിൽ ഉയർത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമായ മിശിഹായെ, നിന്റെ നാമത്തിൽ മുദ്രിതമാക്കപ്പെട്ടവരെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ വിശുദ്ധ ശ്ലീവായുടെ അടയാളത്താൽ ശത്രുക്കളോടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ വിജയം വരിക്കട്ടെ. നിന്റെ ശാന്തിയും സമാധാനവും നൽകി ഞങ്ങളെ സന്തുഷ്ടരാക്കുകയും ചെയ്യണമേ. ക്രിസ്ത്യാനികളുടെ തലരാത്ത സംരക്ഷകയും സൃഷ്ടാവിന്റെ മുമ്പിലുള്ള ഇളകാത്ത മധ്യസ്ഥയുമായ പരിശുദ്ധ കന്യകാമറിയമേ, നിന്റെ മക്കളായ ഞങ്ങളുടെ യാചനകൾ ശ്രവിക്കണമേ. ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരൻകൾ മാധ്യസ്ഥം വഹിക്കുന്ന നല്ല അമ്മേ, ഞങ്ങളെ ഇന്നും സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. സർവ്വജനായ ഭരണകർത്താവ് നിന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സകല സഹായങ്ങളും സൗഭാഗ്യങ്ങളും കാരുണ്യപൂർവ്വം ചൊരിയുന്ന നിസ്തുല ഭണ്ഡാഹാരവുമായി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എന്റെ കർത്താവേ, നിനക്ക് സഹജമായ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. അപ്പുതാനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. യോഹന്നാൻ അറിയിച്ച മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഇപ്പോൾ ഇതാ എന്റെ ഉള്ളു കലങ്ങിയിരിക്കുന്നു. ഞാൻ എന്ത് പറയേണ്ടു? എന്റെ പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എങ്കിലും ഇത് നിമിത്തമാണല്ലോ ഈ നാഴികയിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. പിതാവേ, നിന്റെ നാമം മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു സ്വരം കേൾക്കപ്പെട്ടു. അവിടെ നിന്നിരുന്ന ജനക്കൂട്ടം അത് കേട്ടിട്ട് ഉണ്ടായി എന്ന് പറഞ്ഞു. എന്നാൽ മറ്റു ചിലർ, ഒരു ദേവദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. ഈശോ ഉത്തരമായി അവരോട് അരുളി ചെയ്തു, ഈ സ്വരമുണ്ടായത് നിങ്ങൾക്ക് വേണ്ടിയല്ലാതെ എനിക്ക് വേണ്ടിയല്ല. ഇപ്പോൾ ലോകത്തിന്റെ ന്യായവിധിയാവുന്നു. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രമാണി പുറന്തള്ളപ്പെടും. എന്നാൽ ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ സകല മനുഷ്യരെയും എൻ്റെ അടുക്കലേക്ക് ഞാൻ ആകർഷിക്കും. താൻ ഏതുവിധ മരണം അനുഭവിക്കാനിരിക്കുന്നു എന്ന് കാണിക്കുവാനാവുന്നു അവനിത് അരുളി ചെയ്തത്. നമുക്കെല്ലാവർക്കും ഉചിതമായി നിന്ന് ആശീർവാദ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളെ രക്ഷിക്കുന്നതിനായി ശ്രീവായിൽ ഉയർത്തപ്പെടുവാൻ സ്വയം തിരുമനസ്സാവുകയും തന്റെ വിലമതിയാത്ത തിരുരക്തത്താൽ ഭോഷത്വത്തിന്റെയും ഇടർച്ചയുടെയും അടയാളമായിരുന്ന ശ്രീവായി ഭൗതികരിക്കുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, മനുഷ്യവർഗത്തെ മുഴുവൻ നിഷ്ഠാരൂപിയുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുകയും അവർക്ക് ദൈവമക്കളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. നിന്റെ വിശുദ്ധ ശ്രീവായി ആരാധിക്കുന്ന ഞങ്ങളെ കൃപയോടെ കടാക്ഷിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമരുളുകയും ചെയ്യണമേ. ഈ ശ്രീവായിൽ നിന്റെ ഹൃദാകുദിശായി ഇറങ്ങുകയും അവന്റെ ദാനങ്ങളാൽ ഇതിനെ പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ നാമത്തിൽ ഇത് വേർതിരിക്കപ്പെടുകയും ആശീർവദിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്റെ ശക്തി പ്രകടമായി നിഴലിക്കുകയും ഇവിടെ അഭയനിടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് അത് അനുഭവവേദ്യമാവുകയും ചെയ്യട്ടെ. നിങ്ങളുടെ നാഥനായ മിശിഹായെ, നീ എല്ലാറ്റിനെയും ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നവനാകുന്നു. നിനക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങൾ ഭൂമിയിൽ നിക്ഷേപങ്ങൾ സൂക്ഷിക്കേണ്ട, ജീവൻ നൽകിയിടും അടയാളം ഞങ്ങൾ നിത്യവും അണിയുന്നു. ജീവിതമാകും സമരത്തിൽ വാളും പരിചയമല്ലല്ലോ, കർത്താവേ നീ തന്നതു നിൻ സ്ലീവായല്ലോ. പൊരുതിടുവാൻ അതുവഴിയായി ഞങ്ങൾ വിജയിക്കും. വന്യപിതാവ് തിരി കൊളുത്തുകയാണ്. ബഹുമാനപ്പെട്ട വൈദ്യരും പിതാവിനോട് ചേർന്നുകൊണ്ട് തിരി തെളിയിക്കുന്നു. ഒപ്പം പ്രായമായ നമ്മുടെ അപ്പച്ചമാർ അമ്മച്ചിമാർ 2-3 പേര്, അതുപോലെ ഈ കൽക്കുരിശ് സംഭാവന ചെയ്ത നമ്മുടെ അടിപൊളിയിലെ ജോസഫും കുടുംബാംഗങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് തിരി തെളിച്ച് ബാക്കിയുള്ള എല്ലാവരും, കുഞ്ഞുങ്ങൾ മുതൽ എല്ലാവരും സ്ലീവായി തൊട്ട് വന്നിച്ച് ദേവാലയത്തിലേക്ക് കുർബാനയ്ക്കായിട്ട് പ്രവേശിക്കാം.